പ്രേരിപ്പിക്കുന്ന ഓൺലൈനറായിട്ടുള്ള ബുക്കായിട്ട് എഴുതിയതല്ല. നേരത്തെ പറഞ്ഞ പോലെ അന്ന് വാട്സപ്പോ ഫേസ്ബുക്കോ ഇല്ലാത്ത കാലം, മൊബൈൽ മാത്രം ഉണ്ടായ സമയത്ത് മൊബൈൽ ഡെയിലി തോട്ടായിട്ട് നമ്മൾ സാധാരണ അയച്ചു കൊടുക്കുകയാണ്. അത് ചിലവരിൽ എഴുതി വെച്ചിരുന്നു. അതിന്റെ കളക്ഷനാണ് ആദ്യം ഇറങ്ങിയത്. പിന്നെ വാട്സപ്പ് ഒക്കെ വന്ന സമയത്ത് ഇറങ്ങിയ ഒരു റൈറ്റിംഗ് ആണ് ശൂന്യമായ വാക്കുകൾ. അത് ശരിക്കും മൈൻഡിനെ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഒരു സംഭവം. ശൂന്യമായ അത് ഡെയിലി മനനം ചെയ്യാൻ വേണ്ടി എഴുതുക. അതിന്റെ ഒരു കളക്ഷൻ ബുക്കാണ് രണ്ടാമത്. മൂന്നാമത് ഇറങ്ങിയതാണ് ഈ പറഞ്ഞ ആത്മഭാഷണം. അതെന്ന് പറയുന്നത് ഇതാണ് മനസ്സ് ബോധം തമ്മിലുള്ള സംഭാഷണം. പിന്നെ ഒരു ബിംബം എന്നുള്ള രീതിയിൽ രാധാകൃഷ്ണൻ. അപ്പോഴും അവിടെ രാധാകൃഷ്ണന് അപ്പുറം ഒരു യൂണിവേഴ്സൽ ലവ് എന്താണ്, പ്രണയത്തിൽ കൂടി നമുക്ക് എങ്ങനെ സംസാരിക്കാം, ഇതാണ് അവരുടെ ആ സംഭാഷണത്തിൽ കൂടി നമ്മൾ എടുക്കേണ്ടതാണ്. അപ്പൊ പ്രണയത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് വ്യക്തിയുടെ ഇടയിലുള്ള ഒരു പ്രണയം. അവര് പ്രണയത്തോടെ ഒരു 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 പർട്ടിക്കുലർ സിറ്റുവേഷനിൽ സംസാരിക്കേണ്ടി വന്നാൽ എങ്ങനെയായിരിക്കും അവർ സംസാരിച്ചത്? അതാണ് അതിന്റെ ഒരു കാതൽ. എന്നാൽ അവിടെ രണ്ടല്ല എന്നുള്ള ബോധ്യവും ആ സംഭാഷണത്തിൽ ഉണ്ടാവണം. നമ്മൾ രണ്ടിനാണ് സംസാരിക്കുന്നത്, പക്ഷെ നമ്മൾ രണ്ടല്ല. അപ്പൊ അവിടെ രണ്ടല്ലാതെ ആവുന്നത് പ്രണയമുള്ളതുകൊണ്ടാണ്. അപ്പൊ അങ്ങനത്തെ ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് അത് വായിക്കുന്നത്. ഞാൻ കുറച്ച് പേജുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അത് രസമാണ്. അത് ആത്മഭാഷണം എന്നുള്ളത് അവിടെ രാധ മനസ്സും കണ്ണൻ ബോധവുമാണ്. ആ രീതിയിൽ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന സംഭാഷണം, അതാണ് ആത്മഭാഷണം എന്നുള്ളത്. 8 വർഷത്തെ റൈറ്റിംഗ് ആണ്. ഏകദേശം 2000-ഓളം കോൺവെർസേഷൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ ബുക്ക് 125 ഉള്ളൂ. ഇപ്പോഴും തന്നെ അതിൻ്റെ കൂടെ പാരലായിട്ട് എഴുതിയതാണ് ധ്യാന കഥകൾ, തോരാത്ത പ്രണയങ്ങൾ. തോരാത്ത പ്രണയങ്ങൾ നല്ല ഒരു പബ്ലിഷ് ചെയ്യാൻ ഒരു 6 ഇത് ഓൾറെഡി എഴുതി കഴിഞ്ഞതുണ്ട്. നമ്മളത് ഇറങ്ങുന്ന ബുക്കുകളൊന്നും നമ്മൾ സെയിൽ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല. നമ്മൾ അഥവാ കൊടുത്താൽ പോലും പ്രിന്റിങ് കോസ്റ്റിനാണ് അത് കൊടുക്കുന്നത്. എന്താണ് പ്രിന്റിങ് എമൗണ്ട് മാത്രമേ വേണ്ടി. അതുകൊണ്ട് പെട്ടെന്ന് ഇറക്കില്ല. ഒന്നത് കഴിഞ്ഞ ശേഷം മാത്രമേ. ഇപ്പൊ റീസെന്റ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് ഈ വൃത്തത്തിലെ ശൂന്യത. അത് നല്ലൊരു ടോപ്പിക്കാണ്. നിരീക്ഷണം എന്ന് പറയുന്ന, എന്റെ മനസ്സിനെ ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ എന്നിലൊരു നിരീക്ഷകൻ ഉണ്ടാവും. അവൻ ചെയ്യുന്ന പ്രോസസ്സാണ് നിരീക്ഷണം. അപ്പൊ നിരീക്ഷകൻ ആര്, നിരീക്ഷണം എന്ത് എന്ന് മനസ്സിലാക്കാനാണ് ഈ റൈറ്റിംഗ്. അത് ഈ വർഷം ഇറക്കാൻ ഉദ്ദേശിക്കല്ലോ പബ്ലിഷ് ചെയ്യാൻ. ഇവിടെ ഒരു കൊമേഴ്സ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അന്ന് അവരുടെ പേരെന്തായിരുന്നു, സന്യാസി തക്കല സ്വാമിയുടെ അടുത്ത് വിശ്വനാഥ്. അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഒരു ചലഞ്ചാണ്, ഒരു ബുക്ക് ഇറക്കുക എന്നുള്ളത്. ഇറക്കിയാൽ പോലും നമ്മൾ അത് പ്രിന്റിംഗ് കോസ്റ്റ് മാത്രം കൊടുക്കുന്നു എങ്കിലും, പക്ഷേ യൂണിവേഴ്സ് നടത്തുന്നുണ്ടെന്നുള്ളതാണ്. ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യം.